ഷബീർ, ജീവൻ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം എന്നതാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള ഒരു സാഹചര്യം എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ രാത്രിയിൽ ഇനി അത് എത്രത്തോളം അതിനുവേണ്ടിയുള്ള അന്വേഷണം തുടരാൻ കഴിയുമെന്ന ആശങ്ക നിലനിൽക്കുന്നു. പക്ഷേ മറ്റൊരു ഭാഗത്ത് ഇപ്പോൾ ഒരു ഖാനയോട് ചേർന്ന ഭാഗത്ത് കുഴിക്കുകയും അങ്ങോട്ട് പ്രവേശിക്കാൻ നോക്കുകയോ ഒക്കെ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ നമ്മൾ. അതിലെന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളുണ്ടോ? അതിൻ്റെ പുരോഗതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? പ്രമോദ്, അത് ഈ പ്രദേശവാസികൾ തന്നെ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടക്കുന്ന ഭാഗത്ത് പരിശോധിക്കുന്നത്. അവരാണ് ഈ നേരത്തെ ഈ കെട്ടിടത്തിന്റെ താഴെ പരിശോധിക്കുന്നതിനിടയിൽ പ്രദേശവാസികളിൽ ഒരാളാണ് വന്ന് സൈന്യത്തിനോട് നേരിട്ട് പറഞ്ഞത് ആ ഭാഗത്ത് തിരയേണ്ടതില്ല, ആ ഭാഗത്ത് ഞങ്ങൾ നേരത്തെ നോക്കിയതാണ്, അവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല ഈ 4-ാം ദിനത്തിലും മണ്ണിനടിയിൽ, ഈ പുതഞ്ഞു കിടക്കുന്ന മണ്ണിനടിയിൽ ജീവന്റെ തുടിപ്പ് അവശേഷിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് വളരെ വേദനയോടെ നിരാശയോടെ അവർ പറഞ്ഞത്. എന്നാൽ പോലും അവർ പറഞ്ഞതാണ് ഈ ഭാഗത്ത് ഈ കലുങ്ക് പോലെ ഒരു സ്ഥലമാണ്, വെള്ളം ഒലിച്ചു പോകുന്നതിനുള്ള കലുങ്ക് പോലെയുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിനടിയിൽ ആ ഭാഗത്ത് പരിശോധിക്കണമെന്ന് പ്രദേശവാസിയാണ് ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ബന്ധു ഉൾപ്പെടെയുള്ളവർ കാണാതായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്കാണ് നമ്മൾ നേരത്തെ ഒരു പ്രതികരണം കണ്ടത്. അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റൊരാളാണ് ഈ കാര്യം സൈന്യത്തോട് ആവശ്യപ്പെട്ടത്. എന്തായാലും അവിടെ ഈ ഭാഗത്തൊരു വീടുണ്ടായിരുന്നു, ഈ കലുങ്കിന് തൊട്ട് മുകളിലായ ഒരു വീടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടുകാരിൽ 3 പേരെ കാണാതായിട്ടുണ്ട്. അവരെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 4 ദിനത്തിലെ തിരച്ചിലിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് എന്ത് സംഭവിച്ചു എന്നതിലും വ്യക്തതയില്ല. അപ്പോൾ ആ നിലയ്ക്കാണ് ഈ പ്രദേശവാസി അല്ലെങ്കിൽ അവരെ കാണാതായവരുടെ ബന്ധു സൈന്യത്തിനോട് ആവശ്യപ്പെടുന്നത് ഈ ഭാഗത്ത് തിരയണം, ഈ കലുങ്കിന്റെ ഭാഗത്ത് തിരയണം, ഞങ്ങൾക്ക് അവിടെ സംശയമുണ്ട് എന്നാവശ്യപ്പെട്ടത്. തുടർന്നാണ് ഇപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ആദ്യം അവിടെയുള്ള മണ്ണും ചെളിയും പ്രാഥമിക ഘട്ടത്തിൽ പുറത്തുള്ള മണ്ണും ചെളിയും കലുങ്കിന് അടച്ചു നിന്നിരുന്ന മണ്ണും ചെളിയും എല്ലാം തന്നെ നീക്കം ചെയ്ത് അതിനകത്തേക്ക് ഈ രക്ഷാദൗത്യത്തിന് സഹായിക്കുന്ന അല്ലെങ്കിൽ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട സന്നദ്ധ സംഘടന കൂട്ടായ്മ പ്രവർത്തകർ ഇപ്പോൾ അവിടെ തെരച്ചിൽ നടത്തുന്നത്. മൺവെട്ടി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അതിനകത്തുള്ള മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ്. പൂർണ്ണമായും ഉള്ളിലുള്ള തടസ്സങ്ങളൊന്നും നീക്കം ചെയ്യാൻ കഴിയില്ല. അതിനാണ് വലിയ പലകയും മറ്റും ഉപയോഗിച്ച് അതിനകത്തുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതടക്കമുള്ള പരിശോധന നടത്തുന്നത്. ആ നിലയ്ക്ക് തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രമോദ്, ഓക്കെ, നമുക്ക് നോക്കാം, അല്പസമയം കൂടി കാത്തിരിക്കാം എന്നത് മാത്രം. എന്തൊക്കെ സംഭവിക്കുന്നു അവിടെ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ജീവന്റെ ഇത്രയും വലിയ ദുരന്തത്തിൽ നമുക്കൊരു ജീവന്റെ തുടിപ്പ് ശേഷിക്കുന്നതായ ഒരു സൂചന വരുന്നത് പോലും അല്പം പ്രതീക്ഷ നൽകുന്നതാണ്. മരിച്ചുപോയ എത്രയോ ആളുകളുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന 344 വരെ ഉയർന്നിരിക്കുകയാണ് മരണസംഖ്യ. അത്രയും ആളുകൾ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുമ്പോൾ 200-ലേറെ പേരെ കാണാതെ ഇപ്പോഴും നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജീവന്റെ തുടിപ്പ്, അത് മനുഷ്യൻ്റേത് തന്നെ ആകണമെന്നില്ല എന്നതുപോലും നമ്മളെ നിരാശപ്പെടുത്തുന്നില്ല. അതൊരു ഏതെങ്കിലും ഒരു ജീവന്റെ തുടിപ്പ് നമുക്ക് ലഭിക്കുന്നു എങ്കിൽ അതും നമുക്കൊരു പ്രതീക്ഷ നൽകുകയാണ്. അതിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറുകയാണ് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. നമുക്ക് ഞാൻ ഷബീറിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ നമുക്ക് മറ്റ് ചില വിവരങ്ങൾ, ഇന്നത്തെ മൊത്തം വിവരങ്ങൾ